രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസങ്ങളാണ് CPIയിൽ ഇനി നടക്കാൻ പോകുന്നത്. CPI രണ്ടായി സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. ബിനോയ് വിശ്വത്തിന് അറിയാം ഇനി CPI മുന്നോട്ട് പോകുന്നത് അത്ര സുഖകരമായ രീതിയിലായിരിക്കില്ല. കാരണം ഇടതുപക്ഷത്തോട് വലിയ തോതിൽ അകൽച്ച പാലിച്ചുകൊണ്ടാണ് പല നേതാക്കളും CPIയുടെ ജില്ലാ കമ്മിറ്റികളിൽ ഓരോ ജില്ലാ കമ്മിറ്റികളിലും വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നത്. CPM എടുക്കുന്ന മനോഭാവം എന്നത് തികച്ചും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമീപനമാണ് എന്നും ഒരേ മുന്നണിയിലാണോ CPIയും CPIഎമ്മും എന്ന് പലപ്പോഴും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട അവസ്ഥയാണെന്നും ഒക്കെ പലരും പറയുകയാണ്. നമുക്കറിയാം ഇടുക്കിയിലെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും CPIഎമ്മിനോട് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വാഴൂർ സോമൻ അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പീരുമേട് MLA ആണ് വാഴൂർ സോമൻ. നിലവിൽ പല CPI MLAമാർക്കും ടേം കണ്ടീഷൻ പ്രകാരം ഇനി മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരത്തിൽ വരുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള T പ്രസാദ് അടക്കമുള്ളവർ CPI വിടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നിലവിൽ CPIയിൽ നിന്നും കോൺഗ്രസിലേക്ക് മുഹമ്മദ് മുഹസിൻ അടക്കമുള്ളവർ പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യമാണ്. നമുക്കറിയാമല്ലോ, ദേശീയ തലത്തിൽ തന്നെ CPI പ്രസക്തമായതോടുകൂടിയാണ് അതിൻ്റെ നേതാവായിട്ടുള്ള പഴയ JNUവിൻ്റെ ലീഡറായിട്ടുള്ള കനയ്യകുമാർ കോൺഗ്രസിലേക്ക് എത്തിയതും കോൺഗ്രസിൻ്റെ തീപ്പൊരി പ്രാസംഗികനായി രാജ്യം എമ്പാടും അറിയപ്പെടുന്നത്. അത്തരത്തിലേക്ക് കോൺഗ്രസിൽ എത്തിയാൽ മാത്രമേ ഇനി തങ്ങൾക്ക് ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കി CPIയിലെ യുവ നേതാക്കളിൽ പലരും കോൺഗ്രസുമായി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനോട് മത്സരിച്ച് വളരെ വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ച CPI സ്ഥാനാർത്ഥിയായ അരുൺകുമാറും വെട്ടിത്തുറന്ന് പറയുന്നത് ഇനി CPIയുമായുള്ള സഹകരണം അവസാനിപ്പിക്കേണ്ട സാഹചര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണമാകുന്നത് CPMൻ്റെ മനോഭാവമാണ്. ഒന്നുകിൽ CPI UDFയിലേക്ക് ചേക്കേറുക, അതല്ലെങ്കിൽ ഈ പാർട്ടിയെ പിരിച്ചുവിടുക. കാരണം ഈ പാർട്ടി ഇനി ഒന്നിനും കൊള്ളാത്ത രീതിയിൽ CPMൻ്റെ അടിമത്വം മാത്രം സ്വീകരിച്ചു പോകുന്ന, എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് മാത്രം ചിന്തിച്ച് മുന്നേറുന്ന പാർട്ടിയാണ്. വാസ്തവത്തിൽ CPIക്ക് ഇത്തവണ മന്ത്രിസഭയിൽ 4 മന്ത്രിമാരെ കൊടുത്തത് തന്നെ ഏറ്റവും ഒടുവിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ്. കാരണം ചിഞ്ചുറാണിക്ക് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഉപവകുപ്പ് മാത്രമാണ്. അതായത് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഒക്കെ സാധാരണഗതിയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിൻ്റെ കൂടെ കൊടുക്കുന്ന വകുപ്പാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായിട്ടുള്ള വനം വകുപ്പും ഹൗസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും CPIക്ക് നഷ്ടപ്പെട്ടു. ബിനോയ് വിശ്വം 2006 VS സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. CPIക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ആ വനം വകുപ്പാണ് വളരെയധികം നാണക്കേടിൽ ആഴ്ത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത് ജോസ് കെ മാണി അടങ്ങുന്ന ടീം ഇടതുപക്ഷത്തേക്ക് കയറിയപ്പോൾ മുതലേ CPIക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു. അതിപ്പോൾ അണപൊട്ടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി CPI രണ്ടായി വിഭജിക്കപ്പെടും എന്ന് വ്യക്തം.